بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലങ്ങൾ പാപ്പാൻ്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഗൗസിയ്യ റാത്തീബിൻ്റെ വിശദീകരണമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഖാദിരിയ്യ ത്വരീഖത്തിൻ്റെ കാമിലായ ദിക്റിലേക്ക് ഇതുവരെ എത്താത്തവർ ഖാദിരിയ്യത്തിൻ്റെ കാമിലായ ദിക്ർ നൽകുന്ന ഖലീഫമാരിൽ ഒരു മഹാന്റെ കൈപിടിച്ച് കാമിലായ ദിക്ർ സ്വീകരിച്ച് സലാമത്താവുക. ഖാദിരിയ്യത്തിൻ്റെ കാമിലായ ദിക്ർ സ്വീകരിച്ച് സലാമത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നവർ അവരുടെ സംഗമ സ്ഥലമാണ് ഗൗസിയ്യ റാത്തീബിൻ്റെ മജ്ലിസുകൾ. ആ മജ്ലിസുകളിൽ നിർബന്ധപൂർവം പങ്കെടുക്കുക എന്നൊക്കെയാണ് ഈ വിശദീകരണത്തിൻ്റെ ഈ ക്ലാസിൻ്റെ ഉദ്ദേശം എന്ന് സാന്ദർഭികമായി വീണ്ടും സൂചിപ്പിക്കുകയാണ്. മഹാനായ അൽ ഹാഫിൽ ജമാലുദ്ദീൻ അർ റഹ്മാനി അൽ ഖാദിരി അദ്ദേഹം ഗൗസിയ്യ റാത്തീബിൻ്റെ വിശദീകരണത്തിൽ ഈ വിനീതനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയും അദ്ദേഹത്തെ ഇവിടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഗൗസിയ്യ റാത്തീബിൽ ഷാഹിദുൻ മിഫ്താഹുൻ അൻകും റളിയല്ലാഹ് എന്നതുവരെയാണ് നാം വിശദീകരിച്ചത്. അതിനുശേഷം ലാ മത്ലൂബ ഇല്ലല്ലാഹ് എന്നൊരു ദിക്റുണ്ട്. ലാ മത്ലൂബ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അല്ലാഹു അല്ലാതെ മത്ലൂബില്ല, തേടപ്പെടുന്ന ആളില്ല എന്നർത്ഥം വരുന്ന ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരർത്ഥമാണ്. നേരത്തെ നാം പറഞ്ഞു ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരർത്ഥമാണ്. എന്നാൽ ത്വരീഖത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ ഒരു മധ്യ നിലയിൽ എത്തിയാൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണ് ലാ മത്ലൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ വേറൊരു തേട്ടമില്ല. അള്ളാഹുവിനെ തേടിയാണ് ഈ സഞ്ചാരം. വേറെ രീതിയിൽ പറഞ്ഞാൽ ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരീഅത്തിലെ അർത്ഥമാണ്. ലാ മത്ലൂബ ഇല്ലല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയുടെ ത്വരീഖത്തിലെ അർത്ഥമാണ്. ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്ന അടുത്ത വരാൻ പോകുന്ന ദിക്ർ അത് ഹഖീഖത്തിൻ്റെ അർത്ഥമാണ്. 3 ഘട്ടങ്ങളെയാണ് ഈ 3 ദിക്റുകൾ സൂചിപ്പിക്കുന്നത്. 3ഉം ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമാണ്. നമുക്ക് ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ ഇസ്മുകളുടെ വിശദീകരണത്തിലേക്ക് വരാം. ഉപ്പാപ്പയുടെ 30ാമത്തെ ഇസ്മായിട്ട് ഗൗസിയ്യ റാത്തീബിൽ എണ്ണിയത് ഫാത്തിഹൻ എന്ന ഇസ്മാണ്. ഫാത്തിഹ് വിജയിച്ച ആൾ, കീഴടക്കിയ ആൾ, തുറക്കുന്ന ആൾ എന്നൊക്കെയാണ് അർത്ഥം. ഫതഹ യഫ്തഹു തുറക്കുക, അതിജയിക്കുക. ഫതഹ് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന സൂറത്തുൽ ഫതഹ്. അതിൻ്റെ തുടക്കം അങ്ങനെയാണ്: നബിയെ, നാം അങ്ങേക്ക് വ്യക്തമായ വിജയം തന്നിരിക്കുന്നു, എല്ലാം തുറന്നു തന്നിരിക്കുന്നു. അപ്പോൾ ഫതഹിൽ നിന്നാണ് ഫാത്തിഹ് എന്ന നാമം വന്നത്. വിജയിച്ച ആൾ, തുറക്കുന്ന ആൾ. ഇതിന് ഈ ഫാത്തിഹ് എന്ന ഇസ്മിന് അള്ളാഹുവിൻ്റെ ഫത്താഹ് എന്ന അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുമായി ബന്ധമുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഫത്താഹ്. ആ ഫത്താഹ് എന്ന ഇസ്മുമായി ഗൗസുൽ ആലം തങ്ങൾ പാപ്പയുടെ ഫാത്തിഹ് എന്ന ഇസ്മിന് ബന്ധമുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയാണ് വിജയിച്ച ആൾ. ഗൗസുൽ ആലം തങ്ങൾ പാപ്പയാണ് നമുക്ക് ഖാദിരിയ്യത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ച ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരുന്ന ആൾ. ഓരോ മുരീദിനെയും
സ്വർഗത്തിലേക്ക് നയിക്കുന്ന, സ്വർഗം തുറന്നു തരുന്ന ആള് ഗൗസുല്ല എന്ന ഉപ്പാപ്പയാണ്. ഫാത്തിഹുൻ നഖീബുൻ 31-ാമത്തെ ഇസ്മാണ് നഖീബ്. നഖീബിൻ്റെ അർത്ഥം നേതാവ്. മാഇദ സൂറത്തിൽ കാണാം, വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീല വബഅസ്നാ മിൻഹും 12 നഖീബ. അള്ളാഹു ഇസ്രായേൽ സന്തതികളിൽ 12 നേതാക്കളെ അയച്ചു എന്ന് കാണാം. ഈ നഖീബ് എന്ന പദത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. അഥവാ ഓരോ കാലഘട്ടത്തിലും 12 നഖീബുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. മഹാനായ ഇബ്നു അറബി തങ്ങൾ ഫുതുഹാത്തുൽ മക്കിയയിൽ പറയുന്നത് കാണാം, അൻ-നുഖബാഉ 12. ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ പ്രതിനിധികളായ നേതാക്കന്മാരായി 12 പേർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. ആ അർത്ഥത്തിലും നഖീബ് എന്ന ഗൗസുൽ ആലം പാപ്പയുടെ ഇസ്മ പ്രസിദ്ധമാണ് എന്നർത്ഥം. ഫാത്തിഹുൻ നഖീബുൻ യാ ഷൈഖി മുഹിയുദ്ദീൻ വാരിസുൻ മിസ്ബാഹുൻ. ഉപ്പാപ്പയുടെ അടുത്ത ഇസ്മാണ് വാരിസ്, 32-ാമത്തെ ഇസ്മ. വാരിസ് എന്ന പദത്തിൻ്റെ അർത്ഥം അനന്തരാവകാശി എന്നാണ്. ഇർസ് അനന്തരാവകാശം. അള്ളാഹു പറഞ്ഞല്ലോ, വഇന്നാ ലനഹ്നു നുഹ്യീ വനുമീതു വനഹ്നുൽ വാരിസൂൻ. നാമാണ് ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, നാമാണ് അനന്തരമെടുക്കുന്നത്. സൂറത്തുൽ ഹിജറിൽ അള്ളാഹു പറഞ്ഞു. ഈ വാരിസ് എന്നുള്ള പരിശുദ്ധമായ ഇസ്മ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ തന്നെയാണ് വാരിസ്. അതേ ഇസ്മ ഗൗസുൽ ആലം പാപ്പാക്കും ഉണ്ട്. നോക്കൂ അതിൻ്റെ ഒരു ഗൗരവം. ഈ ഭൂമിയുടെ എല്ലാറ്റിൻ്റെയും അനന്തരാവകാശി അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയാണ്. അവരുടേതാണ് ഈ ദുനിയാവും ഈ ആഖിറവും എല്ലാം. ഇതിൻ്റെയൊക്കെ ഉടമക്കാര് അവരാണ്. ആ പരിശുദ്ധമായ വാരിസ് എന്ന ഇസ്മ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മ 32-ാമത്തെ ഇസ്മായിട്ടാണ് ഗൗസിയ റാത്തിബിൽ എണ്ണിയിരിക്കുന്നത്. 33-ാമത്തെ ഇസ്മ മിസ്ബാഹ്. മിസ്ബാഹിൻ്റെ അർത്ഥം നമുക്കെല്ലാം അറിയാം, വിളക്ക്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് മസല നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. സൂറത്തുൻ നൂറിൽ കാണാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രകാശത്തിൻ്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്ക് മാടം പോലെ, വിളക്ക് വെക്കുന്ന സ്ഥലം. ഫീഹ, അവിടെയുണ്ട്, മിസ്ബാഹുൻ, വിളക്കുണ്ട്. ഗൗസുൽ പാപ്പ വിളക്കാണ്. മുരീദിൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ വിളക്കായി കത്തിജ്വലിക്കുകയാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉപ്പാപ്പയുടെ അടുത്ത ഇസ്മാണ് ഖായിദുൻ. ഖായിദ് 34-ാമത്തെ ഇസ്മാണ് ഖായിദ്. ഖായിദിൻ്റെ അർത്ഥം നേതാവ്. ഖാദ യഖൂദു, നയിക്കുന്ന ആള്. മുരീദിനെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഖായിദാണ്, നേതാവാണ്, ഇമാമാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ. ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മ ഖലീൽ. അത് 35-ാമത്തെ ഇസ്മാണ്. ഖായിദുൻ, നേതാവ്. അടുത്ത ഇസ്മ ഖലീൽ, നേതാവ്. ഖലീലുൻ എന്നതിൻ്റെ അർത്ഥം സുഹൃത്ത്, ചങ്ങാതി എന്നർത്ഥം. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു. ഖലീൽ എന്ന് പറയുന്നതിന് ചങ്ങാതി എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം പറയാം. അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന് പറയുമ്പോൾ അതിനെ ആ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതായാലും അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളാണ് അള്ളാഹുവിൻ്റെ ഖലീൽ.
അള്ളാഹുവിൻ്റെ ഖലീലാണ് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് സാഖിബ്. 36-ാമത്തെ ഇസ്മാണ് സാഖിബ്. സാഖിബ് എന്നതിന് അർത്ഥം ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന ആൾ എന്നൊക്കെയാണ്. വിശുദ്ധമായ സൂറത്ത് ത്വാരിഖിൽ കാണാം, സമായ ത്വാരിഖ് വമാ അദ്റാക മത്വാരിഖ് അന്നജ്മു സാഖിബ്. എന്താണ് ത്വാരിഖ് എന്നറിയുമോ? അത് ജ്വലിക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ സാഖിബ് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന, പ്രകാശിക്കുന്ന. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയോളം പ്രകാശമുള്ള സൃഷ്ടി അള്ളാഹുവിൻ്റെ റസൂലിന് ശേഷം മറ്റൊരാളില്ല എന്നതാണ് പരമസത്യം. അപ്പോൾ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ജ്വലിക്കുന്ന ആളാണ്, പ്രകാശിക്കുന്ന ആളാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ അടുത്ത ഇസ്മാണ് ദലീൽ. 37-ാമത്തെ ഇസ്മ. ദലീലുൻ എന്നതിനർത്ഥം വഴികാട്ടി. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ വഴികാട്ടിയാണ്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. സൂര്യനെ വഴികാട്ടിയാക്കി. അപ്പോൾ ദലീൽ വഴികാട്ടി, വഴി പറഞ്ഞു തരുന്ന ആള്. മുരീദിനെ ഹക്കിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന വഴികാട്ടിയാണ് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ. ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് ഫായിഹൻ. 38-ാമത്തെ ഇസ്മാണ് ഫായിഹൻ എന്ന് പറയുന്നത്. എന്താണ് അതിനർത്ഥം? ഫാഹൽ മിസ്കു ഫൗഹൻ. ഫാഹ യഫൂഹ് എന്ന് പറഞ്ഞാൽ സുഗന്ധം പരന്നു. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ സുഗന്ധം പരത്തുന്ന ആളാണ്. മുരീദുമാരുടെ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെ സുഗന്ധം വിതറുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെ പ്രകാശം, ഈമാനിൻ്റെ സുഗന്ധം വിതറുന്നവരാണ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ. ഫായിഹുൻ, സുഗന്ധം വിതറുന്ന ആൾ. ഉപ്പാപ്പയുടെ അടുത്ത ഇസ്മാണ് ജമീൽ. 39-ാമത്തെ ഇസ്മാണ് ജമീൽ. ജമീൽ എന്നതിനർത്ഥം സൗന്ദര്യവാൻ, സൗന്ദര്യമുള്ള ആളാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ഏതായാലും അതിലുള്ള ജമീൽ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം, അള്ളാഹു ജമീലാണെന്ന് പറഞ്ഞ ആ ജമീൽ എന്ന നാമം ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുടെ നാമമാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ എല്ലാ അർത്ഥത്തിലും എല്ലാ സൗന്ദര്യങ്ങളും ഉള്ള ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ജമീൽ. ആ സൗന്ദര്യങ്ങളെല്ലാം അവിടെ നിന്ന് പകർന്നു കിട്ടിയത് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പക്കാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ ഏറ്റവും വലിയ ജമീലാണ്, സൗന്ദര്യവാനാണ്. ഉപ്പാപ്പയുടെ 40-ാമത്തെ ഇസ്മായിട്ട് ഗൗസിയ റാത്തീബിൽ പരിചയപ്പെടുത്തുന്നത് ഫാലിഹൻ എന്ന ഇസ്മാണ്. ഫാലിഹൻ എന്ന ഇസ്മിൻ്റെ അർത്ഥം വിജയിച്ച ആൾ എന്നാകുന്നു. ഫലാഹ്, വിജയം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഫലാഹ്, ഫലാഹ് അതിൻ്റെ ഇസ്മു ഫായിലാണ് ഫാലിഹ്, വിജയിച്ച ആൾ. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയി. ആ വിജയിയോടൊപ്പം കൂടിയാൽ കൂടിയവരൊക്കെ വിജയിക്കുന്നതാണ്. മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബിസ്വഹ്ബതി മൻ അഫ്ലഹ. വിശദീകരിക്കുന്നില്ല. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയാണ് ഏറ്റവും വലിയ വിജയി. അവിടുത്തെ എല്ലാ വിജയത്തിൻ്റെയും കാരണം അവിടുത്തെ ഉപ്പാപ്പയായ, അവിടുത്തെ സീബാവയായ, വല്ലിപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയുടെ പാതയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഫാലിഹൻ, വിജയിച്ച ആൾ.
ജലീലുൻ, പാപ്പയുടെ 41-ാമത്തെ ഇസ്മ ജലീൽ. ജലീലിൻ്റെ അർത്ഥം മഹത്വമുള്ള ആൾ. വൈബഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, എല്ലാം നശിക്കും, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുഖം അള്ളാഹു ശേഷിക്കുന്നതാണ്. സൂറത്തു റഹ്മാനിൽ അള്ളാഹു പറഞ്ഞു. അതിൽ നിന്നാണ് ജലീൽ എന്ന് വന്നത്. അഥവാ ജലീൽ എന്നത് അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധമായ ഇസ്മാണ്. അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഒരു ഇസ്മാണ് ജലീൽ. മഹത്വമുള്ള ആൾ എന്നാണ് അതിനർത്ഥം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതേ ഇസ്മ ഗൗസുൽ ആൽ ഞങ്ങൾ പാപ്പാക്കും ഉണ്ട്. മാത്രമല്ല ഔസിയ റാത്തീബിലെ ജവാബിലായിട്ട് അള്ളാഹു ജല്ലല്ലാ ജല്ല ജലാലുല്ലാ ഹസ്സുൽ മുറാദന അൻഹു റളിയല്ലാ എന്ന് പറയുമ്പോഴെല്ലാം ഈ ജലീൽ എന്നതിൻ്റെ മാളിയായ ഫെയിൽ അഥവാ മഹത്വമുള്ളവനായി എന്ന ആ വാക്കാണ് പ്രയോഗിക്കുന്നത്. നമുക്ക് ഈ 6 വരികൾ ഒന്നിച്ച് പാടി അതിൻ്റെ ജവാബ് ചൊല്ലി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഫാത്തിഹുൻ നഖീബുൻ യാ ശൈഖി മുഹ്യിദ്ദീൻ വാരിസുൻ മിസ്ബാഹുൻ അൻകും റളിയല്ലാഹ് ഖായിദുൻ ഖലീലുൻ യാ ശൈഖി മുഹ്യിദ്ദീൻ സാഖീബുൻ ദലീലുൻ അൻകും റളിയല്ലാഹ് ഫായിഹുൻ ജമീലുൻ യാ ശൈഖി മുഹ്യിദ്ദീൻ ഫാലിഹുൻ ജലീലുൻ അൻകും റളിയല്ലാഹ് അല്ലാഹു ജല്ലല്ലാഹ് ജല്ല ജലാലുല്ലാഹ് ഹസ്സിൽ മുറാദന അൻഹു റളിയല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലങ്ങൾ പാപ്പാൻ്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.